പക്ഷെ അതിൽ നിന്ന് അലോചകം മാറ്റിയത് രോചകമായ നമ്മൾ സമ്പുഷ്ടമായ അതിനെടുത്ത് ആരാധിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന വായനക്കാരൻ നമുക്ക് വേണ്ടത്. ഈ ശൈലിയിൽ ഒരുപാട് എംപെൻഡൻസ് പറഞ്ഞു. ശൈലിയിൽ എന്തോ തപാട്ട് ഏർപ്പെട്ടപ്പോ ശൈലിയിൽ മലയാള ഭാഷയുടെ മാറ്റം ഉണ്ടാക്കിയത് ഗോവനാണ്. ഈ ശൈലിയിൽ മാറ്റം ഉണ്ടാക്കി അവിടെ പോകും, ഇവിടെ പോകാറില്ല. അതിന് ഒരു മാറ്റം ഉണ്ടാക്കി എന്നത് ഗോവനാണെന്ന് എനിക്ക് പറഞ്ഞു. ഒരു പുതിയ രീതിയിലുള്ള അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളരെ എന്തിനാണ്. അപ്പൊ ഗോവനെ കുറിച്ച് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായമാണ്. ശൈലിയിൽ മാറ്റമുണ്ടാക്കി. നമ്മളിങ്ങനെ പട്ടാളത്തിന് വീട് വന്നിട്ട് വെറുതെ വെക്കില്ലേ, ഇദ്ദേഹത്തെ കാണാൻ എടുക്കുന്നത് വെറുതെ വലിയ വീടില്ല, വെറുതെ വിളിക്ക. പക്ഷെ ആ വീടിന്റെ കുതിരെ ഒരുപാട് വെളിവെക്ക് നടത്തി കിടക്കേണ്ടത് ഒരുപാട് വീടൊക്കെ അത് ഒരുപാട് വെളിവെക്ക് നടത്തിയ വീടൊക്കെ നിൽക്കുക. അതിന് ആ ഉള്ളില് ചൈതന്യമുണ്ട്. അങ്ങനെ വന്ന 1971 നിർണായകമായ താല്പര്യമാണ്. നിർണായകമായ ഒരു സമയത്ത് തൊഴിലും വ്യക്തിയോട് വീട്ടിൽ വന്നു. അതായത് ഞാൻ എനിക്ക് 28 വയസ്സുണ്ട്. ഞാനൊരു പ്രത്യേക സമയത്ത് വന്നു. അപ്പൊ അങ്ങനെ ആദ്യം പരിചയം. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഇഷ്ടം. ഞാനൊരു പ്രത്യേക അതേപോലെ വിവരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഞാനൊരു ജീവിതത്തിൽ ഒരു പ്രത്യേക നിർണായകമായ സമയത്ത് വന്നെങ്കിൽ പ്രശ്നമുള്ള സമയത്ത് വന്നായിരുന്നു. പുള്ളി എനിക്ക് വന്നു. അപ്പൊ അത് മാഹിയിലേക്ക് വരേണ്ടി വരും. 1971 10 പരിചയപ്പെട്ടു ഗോവിന്ദായിട്ട്. എനിക്കാ മനസ്സിലായി. ഞാൻ അപ്പൊ കണ്ടപ്പോൾ അടുത്ത് ഗോവിന്ദ കണ്ടപ്പോൾ തോന്നിയാണ് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പലപ്പോഴും കാണും. കാണും ഞാൻ വീട്ടിലെ നടക്കുന്നത് വീട്ടിലൊക്കെ വരുന്നത് വരുന്നു. എനിക്കിവിടെ വരുന്നത് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നു. ഒരാളുടെ വീട്ടിൽ വരും. അപ്പം അതിനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഫാദറോട് വർത്താനം പറയും. എന്റെ ഫാദർ പോയതിന്റെ തന്നെ കുറച്ചൊരു പ്രായം ഉണ്ടാവും. ഒരു ഉറുദുവിന്റെ കഥ ഉറുദു ബർമീസ് മുകളിൽ എല്ലാ ഭാഷകളാണ്. ബർമീസ്, ചൈനീസ്, ഉറുദുവൊക്കെ വർത്താനം വന്നിട്ട് മുകളിന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ഒരു തലകേലാത്തവരാണ്. അപ്പൊ ഫാദർ പറഞ്ഞു ഇത്തരോട് നന്നായിട്ട് പറയും. തലകേറ്റത്തിൽ പറഞ്ഞാൽ പറയാൻ അതിലപ്പുറമൊന്നുമില്ല. കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ വളരെ സമയത്തൊക്കെ ഞാൻ ഒരു കാര്യം പറയാം. നമുക്കിപ്പം സാഹിത്യം ഞാൻ 2 സ്ഥലത്തൊക്കെ വായിക്കാം. നമ്മുടെ രാഹുൽ എഡിറ്റ് ചെയ്ത സാഹിത്യകാലം വൃത്തിയെടുത്ത് 300 പേജുകൾ സാഹിത്യം കൊണ്ട് ഞാൻ വായിച്ചു. അതിൽ പലരും ഒരുപാട് ആളുകൾ ഗോവനെ പറ്റി ഗോവനെ നിരൂപണങ്ങൾ 2 ദിവസം ഞാൻ വഴക്കിട്ടാണെങ്കിൽ 1.5 പേജ് വലിയ സാധനമുണ്ട്. ഒരുപാട് കാലം അതിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറഞ്ഞു. അതിന്റെ പ്രധാനം അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞേ. അപ്പം ഈ മറ്റുള്ളവർ ഒരുപാട് എഴുതുന്നു. പക്ഷേ അതൊന്നും നമുക്ക് ഏറ്റില്ല. അപ്പൊ ഇങ്ങനെ ഭാഗത്ത് പറയുന്നത് നന്നാകുന്നത് പറയും. വീട്ടിൽ പറഞ്ഞാൽ പലതര വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിൽ വരും. അപ്പൊ പിന്നെ നേരം വരുന്നുണ്ട്. വീട്ടിൽ വന്നാൽ ഞാൻ എനിക്ക് എന്താ വരുന്നത് രാവിലെ വൈകുന്നേരം എന്തായിരുന്നു ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എന്തായിരുന്നു കുത്തു കൊടുക്കുമ്പോൾ കുത്തു കൊടുത്ത കുത്ത് മാത്രം ഉണ്ടായിരുന്നു. ഒരു കടയിൽ കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രതികളും കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ കഥകൾ പറഞ്ഞാണ് ഒരു നേരത്തെ മാത്രമേ ഉള്ളൂ. അത് ഡൈവേഴ്സില്ല, മറ്റു വഴികളില്ല. കുത്ത് സായിട്ടുണ്ട്, കുത്ത് സായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ രീതികളിൽ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികൾ പോലെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഇതും ഇപ്പൊ അവയുടെ അവയുടെ മാത്രം അത് അല്ലെങ്കിൽ ഒരു തരം മാത്രം ഇങ്ങനെ അപ്പൊ ഒരു ലൈനിലാണ്. അപ്പൊ ആ ഒരു രേഖയിൽ മാത്രം പോയിട്ട്
ഇഷ്ടപ്പെട്ടാണ് പുള്ളിയുടെ പുള്ളിയെന്ന് പറയാൻ പാടില്ല, നമുക്ക് അതെന്നെ രീതിയില്ല. കൊച്ചു ചെറിയ ചെറിയ വന്നിട്ട് കാര്യങ്ങൾ വന്നിട്ടേ ടീച്ചറെ സംസാരിക്കാനുണ്ട്. ഞാനൊക്കെ കാര്യങ്ങളെന്ന് പറയാൻ ടീച്ചറെ സംസാരിക്കുന്ന വേണ്ടിയിട്ട് സങ്കല്പമായ കാര്യങ്ങളാണ്. ഇപ്പൊ കാസർഗോഡ് നൽകിയത് ഒരു 1974 കോവിഡ് നമ്മുടെ കാസർഗോഡ് സാഹിത്യ പരിഷത്ത് സമ്മേളനം കാസർഗോഡ്. അപ്പൊ ആ സമ്മേളനം നടത്തിയത് KS അബ്ദുള്ളയായിരുന്നു. കാസർഗോഡ് സാഹിത്യ സമ്മേളനം കാസർഗോഡ് കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനം. അപ്പൊ KS അബ്ദുള്ളാണ് വളരെ ഒരു 30 ആളായിരുന്നു. അയാൾ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് അറസ്റ്റ് നേടി. അദ്ദേഹം നടത്തിയത് തിരിച്ചുണ്ടായിരുന്നു. അതിന്റെ സംഘടന എനിക്ക് സമ്മേളനത്തിൽ വെച്ചിരുന്നു. കോവിഡിനായിരുന്നു അധ്യക്ഷൻ, അധ്യക്ഷൻ. അപ്പൊ അന്ന് വേറെ തിരിച്ചു വരണം. ഞാൻ ചെറിയ 74 വളരെ ന്യൂനമായിട്ടുള്ള ആളായിരുന്നു. എന്തായിരുന്നു ഉദ്ഘാടനത്തിന് വരേണ്ടിയിരുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്ന് ഉദ്ഘാടനത്തിന് വരേണ്ടിയിരുന്നത് കേശവദേവായിരുന്നു. കേശവദേവ് വരാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് കാറ് കൊടുക്കണം കാസർഗോഡ് വരെ. അപ്പൊ തങ്ങളുടെ അത്രയും ക്ലാസ്സിൽ ചെലവാക്കാൻ പറ്റില്ല. ഈ സാഹിത്യന്മാരുടെ ആർത്തി ദുർബലം തന്നോട്ടേക്ക് ഇതൊക്കെ ഒരു വലിയ അദ്ദേഹത്തിന് കാറ് കൊടുത്തിട്ട് കാറ് കൊടുത്ത് തിരുവനന്തപുരത്ത് കാസർഗോഡ് കൊടുക്കാത്ത ആർത്തി അവർക്കില്ല. അപ്പൊ അന്ന് ജീവിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോഴിക്കോടുണ്ട് നാട്ടിൽ വന്നിട്ട് ഒരു പുസ്തകത്തിനെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് MP അന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അന്ന് ഈ നമ്മളിങ്ങനെ ഇത് സംസാരിച്ചപ്പോൾ കോവിഡ് അധ്യക്ഷനാക്കി MP ഉദ്ഘാടനം. MP പറഞ്ഞ് കുറ്റപ്പെട്ടു നേരത്തെ ഒരു പറ്റില്ല, ഒരു സത്യം പറ്റില്ല. കത്തിന്റെ സ്വഭാവമാണ്. ഈ കത്തിന്റെ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണപ്പെടുന്നത്. കത്തിന്റെ സ്വഭാവമാണ്. ഓരോരുത്തരെ താഴ്വരയിലായാലും തോറ്റങ്ങൾ ഓരോ കത്തിന്റെ സ്വഭാവങ്ങളാണ്. കത്തിന്റെ സമൂഹത്തിന്റെ കത്തിന്റെ സ്വഭാവങ്ങളാണ് അദ്ദേഹം പകർത്തിയത്. അങ്ങനെ രാവിലെ ഒത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഈ ഒറ്റക്കാരൻ വീട്ടിൽ പോയി. ഒറ്റക്കാരൻ വീട്ടിൽ പോയപ്പോൾ കോഴിക്കോട് അത് 10 പുസ്തകങ്ങളുടെ പ്രകാശകർമ്മം നടത്തുക. ആദ്യമായിട്ടാണ് 10 25 വർഷം 30 വർഷം മുമ്പ് 10 പുസ്തകങ്ങളുടെ പ്രകാശകർമ്മം കോഴിക്കോട് നടക്കുകയാണ്. പൂർണ്ണ പുസ്തകം മലയാളിയുടെ പുസ്തകങ്ങൾ വേറെ ഓരോ പുസ്തകം ഓരോ എഴുത്തുകാരെ പ്രകാശിക്കാണ്. ഞാൻ പ്രകാശിച്ചത് എംബുദന്റെ ഈ ലോകം വലിയ മനുഷ്യൻ എന്റെ കാര്യത്തിൽ അന്ന് വലിയ ജയിക്കുമായിരുന്നു. അദ്ദേഹം ഡീറ്റെയിൽസിലേക്ക് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് ജനിത തൃശ്ശൂരിൽ പോകുമ്പോൾ കോവിൽ തൃശ്ശൂരിൽ ഒറ്റക്കാട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയി 3 കഴിഞ്ഞു. വീട്ടിലേക്കാണ് ഒറ്റക്കാട്ടിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ വിഭവസംബന്ധമായ ആഹാര ഒറ്റക്കാട്ടിന്റെ വീട്ടിൽ പോയി. നല്ല ഒറ്റക്കാട്ട് വൈകിട്ട് തിരുപ്പൂരിൽ ജീവിച്ച് ഭയങ്കര സംസ്കാരത്തിലുണ്ട്. തക്കടി കഴിക്കാണ്. അപ്പൊ അതിനൊക്കെ വിഭവസംബന്ധമായ ആഹാരം കഴിച്ചു. നമ്മുടെ പായസത്തെ ഉണ്ടായിരുന്നു. ആഹാരം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടേ ഊണ് കഴിച്ചിട്ടുടനെ പോവോ? വീട്ടുകാരും കഴിക്കണ്ടേ? വീട്ടുകാരെ കൊണ്ടുപോയി വീട്ടുഹാരങ്ങളെ വീട്ടുകാരെ കൊണ്ടുപോയി നീ എങ്ങനെ പോവാ? അപ്പൊ സാമൂഹിക ഈ ഒരു വീടിന്റെ അന്തരീക്ഷം സാമൂഹിക പുസ്തകങ്ങൾക്ക് ഒരു എല്ലാ കഥകളുണ്ടായിരുന്നു. ഓരോ കഥയിലും ഓരോ നോവലും വീട് ഭാര്യ ഭർത്താവ്
ഇതിനൊക്കെ ഉദാത്തമായ രീതിയിൽ അവലോകനം ചെയ്ത് അവർ എഴുതുകയാണ് പോകുന്നത്. ഇങ്ങനെ മുകളിൽ പുസ്തകമാണെന്ന് പറയുന്നത് മറ്റുള്ള രീതി ഭയങ്കരമാണ്. ഞാനൊക്കെ പറഞ്ഞു ഇത് വിട്ടായിട്ട് തോന്നുന്നു തിരിച്ചു വെറുതെ വെറുതെ തോന്നുന്നു. അത് ഒരു രീതിയുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് 100,000 കാര്യങ്ങൾ എഴുതുന്നു. ഇതൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിൽ പുറത്ത് എഴുതി മനസ്സാക്ഷിയെ വിസ്മയിപ്പിച്ചെടുക്കുകയാണ് പോലെ. പലരും പറയും ആദ്യകാലത്തിന് പോലെ പറഞ്ഞിരുന്നു പോലെ ഒരു ഊതി കുറിപ്പിച്ച പെരൂരാണെന്ന് ആദ്യകാലത്ത് പറഞ്ഞത്. വേറെ ചില ഒരു സത്യം പറഞ്ഞു. പക്ഷെ അവര് തന്നെ പറഞ്ഞു ഇത് ഊതി കുറിപ്പിച്ച പെരൂരല്ല, ഇതൊരു കാര്യരൂപമാണ്. ആ കാര്യരൂപന്റെ ശക്തിയാണ് നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ പറയാ ആരാധ തന്റെ തിരുമനസ്സുകൊണ്ട് ലഭിച്ച തക്കയ്യാതെ ആദം ഹവ്വയെ ഏൽപ്പിക്കുന്നു. മൂന്ന് വസ്തുതയുവാതെ എന്നവർ തന്റെ വെള്ളയും വെളിച്ചവും മരുന്നില്ലാതെ മുതലനായി എഴുന്നപ്പോൾ ഇരുളിലായി. കൊക്കാശിക മറിയ കൊച്ചാത്തി അത്യപൂർവമായ ഒരു പരമ്പര. ആരല്ല ഇത് കൊക്കാശിക മറിയാണ്. ധൈര്യം തന്നെ ധൈര്യമാണ്. ഏതു തകർന്നാണെങ്കിലും നിന്നെ ഞാൻ എത്തിക്കേണ്ട താഴെ ചെയ്യും. അലാഹയുടെ തട്ടകത്തിലെ എടുത്തനുഭവങ്ങൾ തട്ടകപ്പെരുമയിൽ മുഖ്യ പ്രഭാഷണമാകുന്നു. കേവലം അനുസ്മരണത്തിനും അപ്പുറം 12 വർഷം ജലപാനം പോലുമില്ലാതെ തീകാതെ ചുരുണ്ടുപോയ തലമുടിയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സമരനിഷ്ഠതയ്ക്ക് ഈ റോസർമുളയ്ക്ക് അവാർഡ് നൽകുന്ന എഴുത്തുകാരുടെ സക്രിയതയ്ക്ക് ഊന്നൽ നൽകുന്ന അനുസ്മരണ സന്ദർഭം കൂടിയാണിത്. ഈ സന്ദർഭത്തിൽ നിരന്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന മലയാളത്തിന്റെ പ്രിയ കഥാകാരിയെ സദാജോസഫിനെ കൊക്കാശിവയിലെ കരടും കണ്ണീരും അറിയാൻ മുപ്പിലെത്തിയതിനു ശേഷം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കോവിലൻ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള കോവിലന്റെ ആ വാചകം, ഞാൻ ഒരു മിസ്റ്റിക് ആണ്, വളയും തുളയിലും കൊള്ളതാണ്. വളയുന്ന തുളയിലും കൊള്ളില്ല എന്നുള്ള നാടൻ പ്രയോഗത്തിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ അതിനപ്പുറത്തെ ഭാഷയിലെ ഒരു വാക്കും ഉപയോഗിച്ച് പ്രകാശിപ്പിക്കാൻ കഴിയാത്തിടത്തോളം തീക്ഷ്ണവും തീവ്രവും അന്തിമവുമായി പറഞ്ഞ് കഴിഞ്ഞ ഒരാൾ അത് തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി ആയിരുന്നു. ഞാനൊരു മിസ്റ്റിക് ആണ് എന്ന് പറയുമ്പോൾ സമൂഹവും താനും തമ്മിലില്ല, ഓരോ സാധനങ്ങളും താനും തമ്മിലില്ല. എഴുത്തുകാരുടെ സമൂഹത്തിൽ തന്റേതായ, നേരത്തെ കുഞ്ഞോട്ടുള്ള സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിലെ കോവില വായിക്കുന്നതിന്റെ പ്രയാസമാണ്, കോവില ഭാഷ മോശമാണ് അറിയുന്നത് അങ്ങനെയൊക്കെ പറയുക. അതിനെ സ്വയം അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത് മിസ്റ്റിക്കാണ് ഞാൻ. ഇത് നമുക്ക് കോവിലന്റെ മുഴുവൻ രചനകളിലും ഒഴിഞ്ഞും തെളിഞ്ഞും നമ്മൾ വായിച്ചെടുത്ത അനുഭവിച്ച അറിഞ്ഞ കാര്യമാണ്. കോവിലൻ ഒന്നേ ഉള്ളൂ. ഒരുപാട് എഴുത്തുകാരെ അനുകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ പോയ വഴിയിൽ പോയിക്കൊണ്ടും ഒക്കെ ഇരിക്കുമ്പോഴും കോവിലന്റെ വഴി പോകുന്ന ഒരാൾക്കും ആ ചരിത്രം കിട്ടിയിട്ടില്ല. കോവിലിന്റെ മുന്നേയും ആരും പോയിട്ടില്ല. കോവിലൻ ഒന്നേ ഉള്ളൂ. ആ ഒക്കെയാണ് ഓർത്തുകൊണ്ട് ആ പ്രതിഭാധനന്റെ കാലഘട്ടത്തിൽ ജീവിക്കാനും അദ്ദേഹത്താൽ ഞാൻ എഴുതപ്പെട്ട ഏതെങ്കിലും കൃതികൾ പിന്നെ വിലയിരുത്തപ്പെടാനും ഒക്കെ കിട്ടിയ അവസരത്തെ അഭിമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് ദേശത്തെ പറ്റി പറയാം. എനിക്ക് കിട്ടിയത് മണ്ണാണ്. വളരെ അർത്ഥവത്തായി ഞാൻ വിചാരിച്ചിരുന്നു ആ കാര്യം. കാരണം ഒരിക്കലും മലയാള മനോരമ എഴുത്തുകാരോട് പറയുമ്പോൾ ഈ കോഴിക്കോട് ചോദിച്ചിട്ട് ഇഷ്ടമുള്ള വാർത്തകളാണ് അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചു. അതെന്നോട് ചോദിച്ച കൂട്ടത്തിൽ ഞാൻ എനിക്ക് മണ്ണ് എന്ന് പറയുന്ന വാക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള വാർത്ത എന്ന് പറഞ്ഞു. അത് ഇവിടെ ഈ മണ്ണ് കയ്യിൽ വന്നതിന് പെട്ടെന്ന് കൂടി പോയതാണ്. കോവിലൻ പട്ടാള കഥ എഴുതിയപ്പോൾ അതിനെ 3 തരത്തിൽ ബന്ധിപ്പിച്ചു. പട്ടാള കാവൽ മണ്ണുമായിട്ടാണ് പട്ടാളത്തെ ബന്ധിപ്പിച്ചത്. എല്ലാ പട്ടാള കഥകളിലും മണ്ണ് എന്നുള്ളത് ഒരു ആർട്ട്
ശക്തി പോലെയോ ആവേശം പോലെയോ തന്നെ പിടിച്ചു വലിക്കുന്ന, മണ്ണിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു തീവ്രമായ അനുഭവം പോലെയോ കോവിലിന്റെ ചെറുതത്തിൽ പ്രത്യേകിച്ചും നോവലുകളിൽ വിശാലമായും ആഴത്തിലും നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് തട്ടകത്തിന്റെ മണ്ണ്. ഏതാണ് കോവിലിന്റെ തട്ടകം? കല്ലാർശ്ശേരി മുതൽ ഹിമാലയം വരെ കോവിലിന്റെ തട്ടകമാണ്. ഹിമാലയത്തിൽ നിന്ന് ലോകത്തിന്റെ സീമകൾ വരെ കോവിലിന്റെ തട്ടകമാണ്. അതാണ് കോവിലിന്റെ സവിശേഷത. കല്ലാർശ്ശേരി അദ്ദേഹത്തിന്റെ തട്ടകമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ കോവിലൻ 1940 മുതൽ തന്റെ രചന തുടങ്ങിയിട്ട് ആ നീണ്ട അവസാനം കഴിഞ്ഞ നിലത്ത് വെക്കുന്നത് വരെയും സഞ്ചരിച്ച കാലം എന്ന് പറയുന്നത്, ആ കാലവും ദേശവും എന്ന് പറയുന്നത്, ഒരു ദേശത്തെ എഴുതുമ്പോൾ വളരെ പ്രധാനമാണ് എഴുതുന്ന ആൾ ജീവിച്ചിരുന്നതും അയാൾക്ക് മുമ്പുള്ളതും അയാൾ സ്വപ്നം കാണുന്നതുമായ കാലം എന്ന് പറയുന്നത്. അതായത് ഭൂത, വർത്തമാനം, ഭാവികൾ എന്ന് പറയുന്ന എഴുതിലൂടെ ഞാൻ കടന്നുവരും. അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നുകൊണ്ട് പിന്തിരിഞ്ഞ് അയാൾ നിസ്സീമമായ കാല അഭിവൃദ്ധികളിലേക്ക് അതില്ലാത്ത ഒരു കാലത്തിലേക്ക് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ തനിക്ക് ഇതുവരെ കിട്ടിയതിന്റെ മുഴുവനും ആ സമ്പത്ത് മുഴുവനും കരുത്താക്കി മാറ്റിയിട്ടാണ് വർത്തമാനത്തെ എഴുതുക. അങ്ങനെ വർത്തമാനത്തെ എഴുതുമ്പോൾ വർത്തമാനത്തെ അല്ല എഴുതുന്നത്, ഭാവിയെയാണ് എഴുതുന്നത്. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ വ്യക്തിക്കായിരിക്കാൻ പറ്റുള്ളൂ. അപ്പോ താൻ അതുവരെ താൻ ജീവിച്ച ദേശത്തിന്റെ തന്റെ ലോകാനുഭവങ്ങളുടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന പോലെ 2ാം ലോക മഹായുദ്ധം, ഫാസിസ്റ്റ് ഒരു അധികാരത്തിന്റെ തീവ്രത എങ്ങനെയെല്ലാം ലോകത്തെ വിഴുങ്ങിയെന്നുള്ളത്, റഷ്യയുടെ വിപ്ലവം, ചൈനയുടെ വിപ്ലവം പോലെയുള്ള വിപ്ലവങ്ങൾ എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാൻ വരുന്നു എന്നുള്ളത് കോവിലിന്റെ തന്നെ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിന് ശേഷം വന്ന വിഭജനം, അതുപോലെ തന്നെ ഇന്ത്യയിലെ വന്ന ഭരണമാറ്റം, ഈ ഭരണമാറ്റം തന്നെ ഒരു ഭൂർഷ്വാസിയുടെ കയ്യിലേക്ക് ഇന്ത്യൻ ജനതയെ നിരാലംബരായ യാതൊന്നുമില്ലാത്ത ഗാന്ധിജിയുടെ ഭാഷയിൽ ഇന്ത്യ എന്നാൽ ഇന്ത്യയിലെ കർഷക ജനതയാണ്, ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളാണ്, ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗങ്ങളാണ്, അതാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഒരിക്കൽ പണക്കാരല്ല എന്ന് ഗാന്ധിജി തീർത്തും എല്ലായ്പ്പോഴും ചൂണ്ടിക്കാണിച്ച ആ ഒരു ഇന്ത്യ, അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഒരു ഭൂർഷ്വ അധികാര വ്യവസ്ഥയിലേക്കായ കാര്യം. അതിനെ തുടർന്ന് വരുന്ന സ്വാതന്ത്ര്യാനന്ദ നിരാശാഭരിതമായ മാനസികാവസ്ഥ ബുദ്ധിയുള്ളവർക്കൊക്കെ പിന്നീട് സംഭവിച്ച പുത്തൻ കോളനിവൽക്കരണം, ഈ കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടത്തിലും ജീവിച്ചുകൊണ്ടും പുതിയ ഭാരതത്തിന്റെ രാഷ്ട്രീയ സമ്പദ്ഘടനകൾ അനലൈസ് ചെയ്യാൻ, അപഗ്രഹിക്കാൻ വളരെ തീവ്രമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ള കാലമാണ് കോവിലിന്റെ കാലം എന്ന് നമുക്ക് അറിയാം. 40 അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ദേശത്തിന്റെ കാലം എന്ന് പറയുന്നത്. അപ്പൊ ദേശത്തിന് അതിർത്തിയില്ലാതിരിക്കുന്ന എല്ലാ എഴുത്തുകാരുടെയും സ്വഭാവമാണ്. പക്ഷെ അതിർത്തിയില്ലാത്ത ദേശത്ത് നിന്നുകൊണ്ട് സ്വന്തം ദേശത്തെ അതിന്റെ തീവ്രതയോടുകൂടി ഒരു വൻ പ്രതിരോധ ശക്തിയാക്കി ഉയർത്തിയെടുക്കുക, അതും പ്രത്യേകിച്ച് പട്ടണമൊക്കെ എഴുതുന്ന കാലഘട്ടത്തിലെ സാമ്പത്തിക ഘടന താൻ സഞ്ചരിച്ചു പോകുന്ന, താൻ ജീവിച്ചു പോകുന്ന കാലത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അപകടകര കാലഘട്ടത്തിലെ പുതിയ സാമ്പത്തിക ഘടനയും അതിനാവശ്യമായ വിധത്തിൽ വന്നു ചേരുന്ന സാംസ്കാരിക അധിനിവേശവും സാമ്പത്തിക അധിനിവേശവും മാറി മറിയുന്ന ജീവിത അനുഭവങ്ങളും ഒക്കെ തന്നെ മണ്ണിനോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് കോവിലിനെ വിലയിരുത്തിയത്. നമുക്കറിയാം കോവിലിന്റെ എല്ലാ പട്ടാള കഥകളിലും മണ്ണ് ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നത്, എന്റെ നാട്ടിലെ തനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിലുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്കൊരു ഇത് മണ്ണില്ല, ഭൂമി ഇല്ലാത്തവർക്ക് അവിടെ പെണ്ണിനെ കൊടുത്തില്ല, ഭൂമി ഇല്ലാത്തവർക്ക് പെണ്ണിനെ കൊടുത്തില്ല, ഒരു സെന്റ് പോലും ഭൂമി ഇല്ലാതെ ഭൂമി വാങ്ങാൻ വേണ്ടിയാണ് അയാൾ പട്ടാളത്തിൽ വന്നിട്ട് വന്നിരിക്കുന്നത്. മണ്ണ് 2 തരത്തിൽ പരിരക്ഷിക്കപ്പെടുന്നതായിട്ട് കോവിലിന്റെ കൃതികളിൽ കാണാം. ഒന്ന്, ഭൂമിക്ക് ഇന്ത്യയിൽ സംഭവിച്ച വലിയ മാറ്റം. ഇന്ത്യയിലെ കാർഷിക വ്യവസ്ഥ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാർഷിക രാജ്യം ആയിരുന്നു. കേരളം എന്ന് പറഞ്ഞാൽ 100% കാർഷികമായ ഒരു പ്രദേശം ആണ്. ഇവിടുത്തെ മഴയും ഇവിടുത്തെ അരികളും ഒക്കെ തന്നെ അതിനുവേണ്ടി ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ്. ഒന്നിനു വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടുള്ളതല്ല കേരളം. കൃഷിക്ക് വേണ്ടി മാത്രം ദൈവം അല്ലെങ്കിൽ പ്രകൃതി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേരളം. പക്ഷേ ഈ അധികാരക്കൈമാറ്റത്തോടുകൂടി പിന്നെ തുടർന്നു വരുന്ന കാലയളവിലൂടെ നമ്മൾ കാണുന്നത് ഭൂമി മാറിപ്പോയി, ഭൂമിയുടെ നിർവചനങ്ങൾ മാറിപ്പോയി, ഭൂമി എന്തിനു വേണ്ടി എന്നുള്ള
എന്നുള്ള സംഗതി മാറിപ്പോയി. തന്നെയുമല്ല, മണ്ണ് എന്ന് പറയുന്നത് പ്രധാനമായും ഉൽപാദനത്തിന് വേണ്ടി ഉള്ളതാണ് എന്നിങ്ങനെയുള്ള നിർവചനങ്ങൾ മാറിപ്പോയി. മണ്ണ് ഉൽപാദനത്തിലല്ല, ഭൂമി ചരക്കാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ക്രമേണ കടന്നു വരുന്ന ഭൂമിയുടെ നഷ്ടം അഥവാ മണ്ണിന്റെ നഷ്ടം കോവിലനെ പോലെയുള്ള ഒരു അഗാധ ജ്ഞാനമുള്ള പണ്ഡിതനായ കൃഷിക്കാരൻ, അതാണ് കോവിലന്റെ സവിശേഷത. അതായത് മണ്ണിനെ അറിയുന്ന മാത്രമല്ല, മനസ്സിനെ അറിയുന്ന മാത്രമല്ല, കർഷകരെയും അറിയുന്നു. കർഷകർ പണിയെടുക്കുന്ന മണ്ണിന്റെ നിമിഷം തോറുമുള്ള സ്വഭാവ മാറ്റങ്ങളെ അദ്ദേഹം അറിയുന്നു. വെള്ളത്തെ അറിയുന്നു. വെള്ളത്തെ തടുത്തു നിർത്തി എങ്ങനെ വെള്ളത്തിൽ കൃഷി ചെയ്യാം എന്നറിയുന്നു. മുഖപ്പോൾ വരുമ്പോൾ പൊട്ടിയാൽ എന്തുണ്ടാവുമെന്ന് അദ്ദേഹം അറിയുന്നു. അലർച്ചകൾ മുഴുവനും ശബ്ദത്തിലാക്കാനുള്ള ശേഷി അദ്ദേഹം ആർജിച്ചിരിക്കുന്നു. അലർച്ചകൾ മുഴുവനും നമ്മൾ ചോദ്യങ്ങളിൽ കണ്ടതാണ്. എങ്ങനെ വെള്ളത്തിന്റെ ആവശ്യ ശബ്ദത്തിലേക്ക് കൊണ്ടുവരാം? കോയിലല്ലാതെ വേറെ ഒരാളും അത് സാധിച്ചിട്ടില്ല. വെള്ളത്തിന്റെ ശബ്ദം, വെള്ളത്തിന്റെ സൗകര്യവും ശബ്ദവും ഒരുപോലെ നമ്മൾ പറഞ്ഞതാണ്. കോവിലിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഭൂമിയുടെ ഉൽപാദന അടിസ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറയുന്ന സംഗതി, ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി എന്നുള്ള സംഗതി മാറിപ്പോവുകയും ഉൽപാദനത്തിന് വേണ്ടി അല്ല ഭൂമി എന്ന് സ്ഥാപിക്കപ്പെടുകയും വ്യാവസായിക വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ വികസനം എന്ന് പറഞ്ഞാൽ കൃഷി ഇല്ലാതാക്കിക്കൊണ്ട്, ഉൽപാദനം ഇല്ലാതാക്കിക്കൊണ്ട്, കർഷകരെ ഇല്ലാതാക്കിക്കൊണ്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഉപയോഗിക്കുക എന്ന് ആയി മാറി. ഭൂമിയെ കുറെയൊക്കെ അങ്ങനെ ഉപയോഗിച്ചാലേ നമ്മളും ലോകത്തിൽ ഒപ്പത്തിനൊപ്പം ആവുകയുള്ളൂ എന്ന് പറയുന്നത് സത്യം. പക്ഷെ കാടും കടലും ഇതിലുള്ള ഫലഭൂയിഷ്ടമായ മണ്ണും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന വസ്തുക്കളുമാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സുസ്ഥിരമായി നിലനിർത്തുകയും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ജീവിത നിലവാരം പ്രദാനം ചെയ്യുകയും ഉള്ളൂ. നാം വ്യാവസായികമായി വളർന്നു, നാം വളരെയധികം വികസിച്ചു, നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അത് വെറുതെ പറയാൻ കേട്ടോ. കാരണം ഒരു ദരിദ്രനെയും കാണാൻ നമുക്ക് മനസ്സില്ല. വിശക്കുന്നവരെ നമ്മൾ കാണാൻ തയ്യാറില്ല. എൻഡോ സൽഫർ മേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒപ്പത്തിനുള്ള രോഗവും തിരിഞ്ഞു നോക്കാൻ നമ്മൾ തയ്യാറില്ല. നമ്മൾ മിഡിൽ ക്ലാസ്സുകാരുടെ സേവനത്തെ മാത്രം കാണുകയും അയാൾക്ക് DAകൾ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയും അയാൾക്ക് DA കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് പെട്രോളിന്റെ വില വർദ്ധിക്കുകയും പെട്രോളിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുകയും ഇടക്കയറ്റം എന്ന് പറയുന്ന കയറ്റിൽ മുങ്ങിപ്പോകുന്നതിന്റെ നിലവിൽ ഇടത്തരക്കാരൻ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കാലത്തും പട്ടിണി കിടക്കുന്ന ആദിവാസി, എല്ലാ കാലത്തും ഇല്ലായ്മയും വല്ലായ്മ അനുഭവിക്കുന്ന ഭൂരഹിത കർഷകൻ, എല്ലാ കാലത്തും ജാതി മർദ്ദനങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയിൽ നിലനിൽക്കേണ്ടി വരുന്ന സർവ്വസാധാരണക്കാരായ മനുഷ്യർ, ഈ മനുഷ്യരൊന്നും നമ്മൾ കാണാൻ തയ്യാറില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് കേരളം ഇടത്തരക്കാരുടെ നാടാണ്. ആണോ? ആയിരുന്നോ? അല്ല. ഇടത്തരക്കാരുടെ നാടായി കേരളം മാറിയത് മണ്ണിൽ നിന്ന്, മണ്ണിന്റെ അവകാശികളെ പുറത്താക്കിയതിന്റെ ഫലമായിട്ടാണ്. അവിടെയാണ് കോവിലന്റെ വേദന, അവിടെയാണ് കോവിലൻ നിലകൊണ്ടത്. കോവിലൻ നിലകൊണ്ടത് മണ്ണിന് വേണ്ടിയാണ്. മണ്ണ് എങ്ങനെയാണ് പരിരക്ഷിക്കേണ്ടത്? തോക്കെടുത്ത് മണ്ണിന് അതിർത്തി ഉണ്ടാക്കണം. അതിർത്തി ഉണ്ടാക്കി ഇന്ത്യ എന്ന് പറയുന്ന ഭൂവിഭാഗത്തിനെ ഭൂപടത്തിന് ചുറ്റും നമ്മൾ നേരിടേണ്ടി പട്ടാളക്കാരെ ഉറുമ്പുകൾ പോലെ കടന്നു വന്ന എന്ന് കുഞ്ഞുങ്ങളുടെ നേരത്തെ പറഞ്ഞ അവർ ഉറുമ്പുകളെ പോലെ നേരടിയായി വന്നു കാവൽ നിന്നു. ഇതുകൊണ്ട് ഭൂമി സംരക്ഷിക്കപ്പെടില്ല. പട്ടാളക്കാർ കാവൽ നിൽക്കട്ടെ, ശത്രുക്കൾ പ്രവേശിക്കാതിരിക്കാൻ, അതിനുവേണ്ടി സംഭവിക്കാതിരിക്കാൻ അവർ കാവൽ നിൽക്കട്ടെ. പക്ഷെ ഭൂമി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൂമിയെ പരിപാലിക്കണം. ഭൂമിയെ പരിപാലിച്ചാലേ ഭൂമി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഇപ്പൊ പറയാൻ കാര്യമല്ല, കോവിലം പറഞ്ഞ കാര്യമല്ല. വളരെ മുമ്പ് ബൈബിളത്തിനെ പോയാൽ കാണാം. പർവീസ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് പർവീസൊന്നും സന്തോഷമായിട്ട് ജീവിക്കാനല്ല, പരിപാലിക്കാനാണ് എന്നാ പറഞ്ഞത്. ഭൂമിയെ പരിപാലിക്കാനാണ് ഭൂമി കൈയേൽപ്പിക്കുന്നത്. ഭൂമിയെ പരിപാലിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തനിക്ക് നിലനിൽ കൃഷി ഇറക്കി ഫലഭൂയിഷ്ടമാക്കുന്നു. ആ പരിഭൂഷിതമാക്കൽ, ആ ഫലഭൂയിഷ്ടമാക്കൽ, ആ പരിരക്ഷിക്കൽ, അങ്ങനെ ഭൂമി എല്ലായ്പ്പോഴും കുളിർന്ന മണ്ണായി ഒരു വിത്തിട്ടാൽ 100ആയി തിരിച്ചു തരുന്ന വരദാനമായി ഭൂമിയെ നിലനിർത്തുമ്പോഴാണ് കുട്ടികൾക്ക് ഇഷ്ടം പോലെ അന്നവും ഇഷ്ടം പോലെ പഴങ്ങളും ഇഷ്ടം പോലെ വിഷരഹിതമായ ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഈ മണ്ണിന്റെ പരിപാലനമാണ് രണ്ടിടത്തിൽ കോവിലിന്റെ എല്ലാ കഥകളിലും നമ്മൾ കാണുന്നത്. ഒന്ന്, ഭൂമി കർഷകന്റെ കയ്യിലായി, കൃഷി ചെയ്യുന്ന ആളുടെ കയ്യിലായിരിക്കണം. അത് കല്ലാശ്ശേരിയിലോ പിന്നെ കോവിലൻ പരിചയപ്പെട്ട പ്രദേശത്തോ തട്ടകത്തിലെയും തോറ്റത്തിലെയും അദ്ദേഹത്തിന്റെ സർവമാന കൃഷികളിലെയും കാർഷിക വ്യവസ്ഥയെ പറ്റിയും കൃഷിയെ പറ്റിയും പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ കർഷകന് നട്ടലാണ് കോവിലിന്റെ നട്ടല്.
അപ്പൊ അതുകൊണ്ട് മണ്ണ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കപ്പെടേണ്ടതാണ് എന്നും പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ നിർവചനമായ മണ്ണ് ഉൽപാദനമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി കടന്നുപിടിക്കാതെ എന്താണ് എന്നും തികഞ്ഞ ബോധമുള്ള ഒരു കഥയേക്കാൾ ഏറെ തികഞ്ഞ മൺബോധമുള്ള ഒരാളാണ് പിന്നെ കോവിഡ്. ഞാനും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുല്ല് ഒരു പരിചയക്കാർ ആ പുല്ലിന് അതിന്റെ അവകാശമണ്ണ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു. പുല്ലിന് അതിന്റെ അവകാശമണ്ണുണ്ട് എന്ന്. ഈ അവകാശമണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമുക്ക് എഴുത്ത് മുന്നിലേക്ക് വെക്കാവുന്ന വലിയ കനമുള്ള വെളിമയുള്ള വാക്കുകളുടെ ആകത്തുകയാണ് കോവിലൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, മണ്ണ് പരിപാലിക്കേണ്ടത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കാർഷിക വ്യവസ്ഥയിൽ നിശ്ചയമായിട്ടും മണ്ണിൽ പണിയെടുക്കാൻ കഴിയുന്നവർ ആയിരിക്കണം. അവരാണ് ഇന്ന് ഭൂരഹിതർ എന്ന് പറയുന്ന വിഭാഗം. ഭൂമിയില്ലാത്തവർ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിലനിന്ന പാർട്ടികളായാലും രാഷ്ട്രീയക്കാരായാലും മറ്റ് പൊതുസമൂഹമായാലും എല്ലാവരും തന്നെ അവരുടെ പ്രശ്നം നിസ്സാര പ്രശ്നമായി മാറ്റുകയും ഭൂരഹിതർ എന്ന് പറയുന്ന വിഭാഗം വലിയ ശല്യമായിട്ട് കരുതുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് മണ്ണ് സംരക്ഷിക്കാൻ പറ്റില്ല. കാട് സംരക്ഷിക്കേണ്ടത് ആദിവാസികളാണ്, കാടിനൊപ്പം ഒഴുകുന്നവരാണ്. മാവേലി മണ്ഡലം സ്വപ്നം കണ്ട ഒരു എഴുത്തുകാരൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ട ഒരു എഴുത്തുകാരൻ ചുഴയുണ്ട്. മാവേലി നാടുവാഴിയും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളത് നമുക്ക് ഓണത്തിന്റെ യാന്ത്രികമായി പാടാനുള്ള മൂടാനുള്ള വരികളാണ്. നമ്മുടെ മക്കൾക്കുള്ള അതിന്റെ അർത്ഥം അറിയുകയും ഇല്ല. പക്ഷേ ആ സ്വപ്നം ആദിവാസിയുടെ സ്വപ്നമാണ്. ഞാൻ പറഞ്ഞു, കാട് തരൂ, ഞങ്ങൾ സംരക്ഷിക്കാം, ഞങ്ങളുടെ കയ്യിൽ കാട് തന്നെ ഞങ്ങൾ കാട് സംരക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. ചെങ്ങ സമരം നടത്തിയ ആളുകൾ പറഞ്ഞു, മണ്ണ് തന്നാൽ മണ്ണ് ഞങ്ങൾ അധ്വാനിക്കാം, ഞങ്ങൾ ഉത്പാദിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. മണ്ണ് തന്നാൽ ഞങ്ങൾ ഇലത്തേക്ക് മാറ്റിയിട്ട് വിറ്റ് കാശാക്കാം, അതിന്റെ അഴിമതി പണം തരാം എന്നല്ല പറഞ്ഞത്. ഭൂമി തരൂ, ഞങ്ങൾ സംരക്ഷിക്കാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വെടിവെച്ച് നദിക്കടലിൽ വീഴുമ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് പോകാനായി പാവ വെച്ചിട്ട് തരും, ഞങ്ങൾ അന്നത്തെ ആവശ്യത്തിനുള്ള മത്സ്യം എടുത്ത് ജീവിച്ചുകൊള്ളാം, ഞങ്ങളുടെ കൂടി കൊണ്ടുപോകുകയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മത്സ്യസമ്പത്ത് ഈ കടലിന്റെ ആവാസ വ്യവസ്ഥ തകർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അന്നത്തേത് ഞങ്ങളുടെ ബൈബിളിലെ ആദ്യകൂടി ഒരു പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത്. യേശു പറഞ്ഞത്, ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ. ഒരാൾക്കല്ല, ഞങ്ങൾക്ക് തരുന്നതാണ്. എനിക്ക് തരണം എന്നല്ല പറഞ്ഞു, ഞങ്ങൾക്ക് തരണമേ. എനിക്ക് തരുന്നത് പോലെ മറ്റേ ആൾക്കും കൊടുക്കണം. അന്നത്തെ അപ്പം മാത്രം. ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൂട്ടിവെക്കുന്നില്ല, കളപ്പുരകൾ കെട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇത് കൊത്തിക്കില്ല, കിട്ടും. അവർ പോകുമ്പോൾ കൊത്തിച്ചിരുന്നു. നിങ്ങളെല്ലാം നാളെ കുറിച്ച് രാവിലെപ്പെടുന്നത് തൃപ്തി വഹിച്ചു. നാളെ അതിന്റെ കാര്യം നോക്കിക്കോളും. വയലിലെ ലിംഗപുഷ്പങ്ങൾ ആരെങ്കിലും അലങ്കരിച്ചോ? അത് തന്നെ അലങ്കരിക്കുന്നു. അതിനോളം അലങ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മനുഷ്യരെന്ന് ധരിച്ച് അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതിന്റെ ഒരു ഇരുവയ്പ് ഓരോ എഴുത്തുകാരന്റെയും മാനസിക ലോകത്തിന്റെ കരുത്താണ്. അങ്ങനെ വരുമ്പോൾ മണ്ണിൽ പണിയെടുക്കുന്നതിൽ നിന്ന് മണ്ണ് പറിച്ചു മാറ്റിയ ഒരു വ്യവസ്ഥയുടെ ബാക്കി പത്രമായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക ഘടന കോവിലന്റെ എഴുത്തിട്ടുണ്ട്. കോവിലൻ നിശ്ചയമായി മണ്ണിനെ കണ്ടപ്പോൾ മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യ ജീവിതത്തെ, അതിന്റെ വർഗബന്ധത്തെ, കലകാലങ്ങൾ എന്നതുപോലെ തന്നെ വർഗഘടനയെ, അതിന്റെ ഉത്പാദന രീതികളെ, ഈ വർഗഘടനയും ഉത്പാദന രീതികളും ഉണ്ടാക്കി എടുക്കുന്ന സാമൂഹിക ബന്ധങ്ങളെ, ഈ സാമൂഹിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂല്യവ്യവസ്ഥയൊക്കെ തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാമൂഹിക ബന്ധം എന്ന് പറയുന്നത് നിശ്ചയമായും കോവിലന്റെ ഏറ്റവും യൗവനതീക്ഷ്ണമായ കാലഘട്ടത്തിൽ ജന്മി നാടുവാഴി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥ ആയിരുന്നു. കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമില്ലാത്തതിന്റെ ഒരേ ഒരു കാരണം നാം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ജാതി ദുഷ്ട വലിച്ചു കളയുന്നില്ല എന്നതാണ്. അത് തറച്ചിരിക്കുന്ന ഒരു കാരണമുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ആദിവാസിയോട്, ഗോത്രവിഭാഗക്കാരോട്, ദളിതരോട്, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോട്, ദരിദ്രരോട് അവജ്ഞയുണ്ട്, അവഗണനയുണ്ട്. പി കെ പ്രകാശാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരിക്കൽ എഴുതി, ഇപ്പോഴും ദളിതന്റെ വീട്ടിൽ കല്യാണത്തിന് ക്ഷണിച്ചാൽ ചില ആളുകൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ പറ്റില്ല, അവർക്ക് കീഴ്പാർട്ടി പ്രത്യേകം ഏർപ്പാടാണ്. അങ്ങനെ ദളിതരെ കല്യാണത്തിന് എത്തിച്ചെലവുണ്ടാക്കുന്ന തരം ജാതി ബോധമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ പുരോഗമനപരം എന്ന് വിശ്വസിക്കുന്ന എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും നമുക്ക് ജാതി വ്യവസ്ഥയെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾക്ക് നുണ പറയാണ്.
ഞങ്ങൾ ഭയങ്കരമായി ജാതിക്കെതിരായി നിലകൊള്ളുന്നു എന്നൊക്കെ. ഇപ്പോഴും ആ ഈ ജാതിയിൽ നമ്മൾ വിശേഷിപ്പിച്ച് നമുക്ക് പദവും കിട്ടി. ഈ ജാതി ആരാണോ അവിടെ കുറിച്ചേക്ക് ഞാൻ നേരിടുന്ന ഈ കീഴെന്ന് വിശേഷിച്ചത് ആരാണ്? ഈ ജാതി വ്യവസ്ഥ ഡൽഹി നാടുവാഴി വ്യവസ്ഥയുടെ ഉൽപ്പന്നമായിരുന്നു. ഈ ജാതി വ്യവസ്ഥയാണ് അവരുടെ സാമൂഹിക ഘടനയെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഈ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയാണ് തട്ടകത്തിന്റെ പെരുമ ഉദ്ഘോഷിക്കപ്പെടുന്നത്. തട്ടക പെരുമ മാത്രമല്ല, പൗരന്റെ എല്ലാ കൃതികളും ഉദ്ഘോഷിക്കുന്ന ഒരു ശബ്ദം ജാതി വിഭജനത്തിന് എതിരെയുള്ള ഉറക്കെയുള്ള ഉദ്ഘോഷണങ്ങളാണ്. ഞാൻ അയ്യപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ജാതിയിൽ തന്നെ നിർത്തിക്കൊണ്ട് എന്തുറക്കുള്ള തീക്ഷ്ണമായ ഇവിടെ പന്തം പോലെയുള്ള വാക്കുകൾ നിരവധി അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങൾ, ജാതിയിൽ അധിഷ്ഠിതമായ സാമൂഹിക ബന്ധങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്നവരെ ജാതിയിൽ കാരണവരാണെന്ന് കണ്ട് മണ്ണിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും പറിച്ചു മാറ്റിവെച്ചുകൊണ്ട് നാം ഇടത്തരക്കാരുടെ കേരളം സൃഷ്ടിക്കുന്നത് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയാൻ വ്യാജ ഇതുണ്ട്. നമ്മൾ സുഖിക്കുന്ന സുഖങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുടിക്കുന്ന സുഖങ്ങളൊക്കെ ഒരുപക്ഷെ കാടിന്റെയും കടലിന്റെയും ദരിദ്രന്റെയും ഉപ്പും വേർപ്പും കഞ്ഞിയുടെയും നാണം വെച്ച് തിന്നുന്നതാണ് എന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് മാത്രമല്ല വിചാരിക്കുന്ന എല്ലാവർക്കും തോന്നും. ഈ സിസ്റ്റത്തിനകത്ത് നമ്മളായി പോയതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കലല്ലാത്ത മറ്റൊരു ജീവിതം സ്വപ്നം കാണാൻ പലപ്പോഴും നമുക്ക് സാധിക്കും. ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം മാധവക്കുട്ടിയുടെ നഷ്ടം, കോവിലിന്റെ നഷ്ടം, രണ്ട് നഷ്ടങ്ങൾ ഇവരുണ്ടായിരുന്നെങ്കിൽ മണ്ണിൽ വീണ ചോരയ്ക്ക് മുന്നിൽ ചെന്നു നിന്നുകൊണ്ട് ഉറക്കെ പറയുമായിരുന്ന വാക്കുകളും നമുക്ക് നഷ്ടം. നന്ദി. ആദിവാസി അടിമയായി പോയതിനു ശേഷം ജൈവനത്തിന് ഈ വരങ്ങൾ വയനാടിന്റെ വരം തിരിഞ്ഞു, വയനാട്ടിലെ തീവ്രതേക്കാൾ തിരിഞ്ഞു, വയനാട് ദൂരം അതിരുമൊക്കെ എത്രയേറെ തിരിഞ്ഞു. ആദിവാസി അരിമുചേർക്കപ്പെട്ടില്ല, സകല കലയായി മാറുമ്പോൾ ദേശം ഒരു ആദിവാസി പാത്ത് പോലെ കലാപകർഭൻ നാട് കെട്ടിയുടെ കർത്താവ് സച്ചിദാനന്ദ രേഖപ്പെടുത്തിയത് മതി ഒരു സാക്ഷിയുമായി വരുന്നു. വാക്കിനെ ആകർഷ കോവിലിന്റെ കിടുകിടുക്കൽ മരണ സന്ദർഭം ക്ഷണിക്കുന്നു. മാവേലി മണ്ഡലത്തെ വയനാട്ടിലെ നിസ്സഹായ ക്ഷേത്രങ്ങളെ അടയാളപ്പെടുത്തുക. പേര് പേര് ഞാൻ ഒരു ചെറിയൊരു പാട്ട് അടിയുടെ ഒരു കഥയും ടീച്ചർ നേരെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. അത് നമ്മുടെ ഈ ഓണം ആഘോഷിക്കുന്ന മാവേലി മാധവത്തിയെ പോലെ തന്നെ മകനെ പോലെ തന്നെ ഒരു മാവേലി പ്രവൃത്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടിയൊരു വയനാട്ടിലെ ആദിവാസികളുടെ ഒരു വിഭാഗം. അപ്പൊ അന്ന് ഈ ജാതികൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള മതങ്ങളോ അല്ലെങ്കിൽ അടിമകളോ ഉടമകളോ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരതിനകത്ത് ആ കഥയിൽ പറയുന്നത്. അങ്ങനെ വളരെ ചുരുക്കി ഞാൻ ഈ കഥ പറയുന്നത്, അങ്ങനെ വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു. ആ കാലത്തിൽ 3 തമ്പുരാക്കന്മാർ അവർ ഈ മാവേലി ഭഗവതിയെയും ഈ മാവേലി കാലത്തിൽ തന്നെ ഇടിച്ച് പുറത്താക്കി ശക്തി കൊടുത്ത് യുക്തി കൊടുത്തിട്ട് വന്നവർക്ക് ഈ മാവേലി ഭഗവതിയെ പുറത്താക്കുന്നത്. പിന്നീട് ഇത് ചെയ്ത് നമ്മളിപ്പം ഓണക്കാലത്ത് മാവേലി നമ്മൾ പറയുന്നത് ഓണം കളിക്കുന്നു, മാവേലി വരുന്നു, പൂക്കളിടുന്നു, വളരെ സന്തോഷമാണ്. പക്ഷെ ഇവരുടെ കഥയിൽ മാവേലി ഈ മക്കളുടെ കഥ പറയുകയാണ്. പിന്നെ ആ മാവേലി മണ്ഡലത്തിന്റെ കൂട്ടക്കാരനെ പറ്റി അവർ പറയുന്നത്. മാവേലി മണ്ഡലത്തിന്റെ ഈ മാവേലി മണ്ഡലത്തിലെ കൂട്ടക്കാരൻ ഈ വന്നവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്നു. അവർ തയ്യാറാകുന്നില്ല. ശക്തി കൊണ്ടിട്ടാണ് അവർ ആദ്യം ശ്രമിച്ചത്. പിന്നീട് അവർ മാടി എന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ വിധത്തിൽ പറഞ്ഞത്. മാടിനെ കണ്ടിട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന രൂപമാണ്. അതിൽ നീണ്ട നാവ്, ചോരയിട്ട നാവ്, അതേപോലെ തന്നെ നീണ്ട നഖങ്ങൾ, പതയിങ്ങനെ വിടർത്തിയിട്ട മുടികൾ, ഈ ചോരയും ഇതെല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു ഈ മാടിനെ കണ്ടിട്ട് ഇവർ പേടിച്ചെനിക്ക്
ആ പേര് ജനിച്ചപ്പോൾ ഉണ്ടാക്കിയ പല പല ശബ്ദങ്ങൾ വെച്ച് ജാതികൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇപ്പി എന്ന് പറയുന്നത് ഇപ്പി പേടിച്ച് പറയുന്നത് വാക്കാണ്. ഇപ്പി എന്ന് പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞ പണിയാണ്. അഥവാ എന്താണ് വാക്ക് പറഞ്ഞ ആള് അയ്യാണ് ആളുകൾ. ഇങ്ങനെ ഓരോരോ ജാതികൾ ഉണ്ടാക്കി ആ ജാതികളെ വന്ന തമ്പുരാക്കന്മാര് അവരുടെ സുന്ദരമായ ലോകം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മാലിന്യ കാവലിൽ നടന്നിട്ടുള്ള അടിമത്തത്തിന്റെ തുടർച്ചകളിൽ അടിമയുടെ രണ്ട് കാരണന്മാര് മേലത്തിൽ സ്വീകരിച്ചു എന്ന് പറയുന്ന രണ്ടാൾക്കാർ അവര് കരിക്കൂരി കോട്ടാന്ന് പറയുന്നത് കോട്ടയിൽ നിന്നും അവിടുത്തെ അടിമത്തം സഹിക്കാൻ വയ്യാതെ ഇവരെന്താണ് ഒളിച്ചോടി. അങ്ങനെ ഒളിച്ചോടി ഇവര് ഈ കാട്ടിലൂടെ കടന്ന് വയനാട്ടിൽ പാത്രത്തെത്തി. ഈ പാത്രത്തൻ എന്ന് പറഞ്ഞ ഒരാളുമില്ല. ഈ പാത്രത്തൻ പിറവാട് കൊണ്ടിട്ട് ഭാര്യയെയും മരുമകനെയും കൊണ്ട് കട്ടിക്ക് വാഴുന്ന ഒരു കാലത്തായിരുന്നു ഇതിനൊക്കെ വന്നത്. അപ്പൊ ഇവരെ വെച്ചിട്ട് പാത്രത്തൻ അടിമകളാക്കി. ഈ തീയടിപ്പിന് അടുക്കളയ്ക്ക് മേലുകെട്ടിനെ കോല് തുണ്ടിലേക്ക് മത്തിയെന്ന് പറയുന്നത്. പിന്നെ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇവർക്ക് വിട്ടുപോകണം മണ്ണുകൾ. മേലത്തിന്റെ മനസ്സിലുള്ള ഇതേമാതിരിയാണ് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് സ്ഥലം, ഒരു കൂട്, അതേമാതിരി മനസ്സിൽ നിറയെ ഇങ്ങനെ കാലുകൾ പശുക്കളും അതേമാതിരി ആടുകളൊക്കെ ഉള്ള